രണഗാഥയ്ക്കു വേണ്ടി പുത്തൂരിലെ കുനിയിൽ ശ്രീധരൻ മാസ്റ്റർ കഥ പറയുമ്പോൾ. രണഗാഥ വ്യത്യസ്തനായ ഒരയൽക്കാരനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ആൾ മറ്റാരുമല്ല, പുത്തൂരിലെ കുനിയിൽ ശ്രീധരൻ മാസ്റ്റർ. പുത്തൂരിലെ പ്രശസ്ത കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സംഘാടകനുമായിരുന്ന കുനിയിൽ ചന്തുക്കുട്ടിപ്പണിക്കരുടെ മകനാണ് ശ്രീധരൻ മാസ്റ്റർ. കൊളവല്ലൂർ UP സ്കൂളിൽ അധ്യാപകനായിരുന്നു. വിരമിച്ചതിന് ശേഷം മുഴുവൻ സമയ ജ്യോതിഷിയാണ് മാസ്റ്റർ. വ്യത്യസ്തനായ അയൽക്കാരൻ എന്ന് പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരുത്തരമുണ്ട്, കൗതുകമുണ്ട്. ശ്രീധരൻ മാസ്റ്റർ PR കുറുപ്പിൻ്റെ അയൽക്കാരനാണ്. എന്നാൽ PR മരിക്കുന്നതുവരെ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത വ്യത്യസ്തനായ ഒരാളാണ് ശ്രീധരൻ മാസ്റ്റർ. പ്രത്യേകതയും അതുതന്നെ. നാടും നാട്ടുകാരും PR കുറുപ്പിൻ്റെ മുന്നിൽ ഓച്ചാനിച്ചേൽക്കുന്ന കാലത്ത് വേറിട്ട് നടന്ന, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ, ചെന്ന് നോക്കാതെ, ഒരാവശ്യത്തിനും പോകാതെ, മഠത്തിൽ വീട്ടിൽ പോയി PR-നെ കാണാതെ വ്യത്യസ്തനായി നടന്നു നീങ്ങിയ ആളാണ് ശ്രീധരൻ മാസ്റ്റർ. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ശ്രീധരൻ മാഷെ, PR-ആയിട്ട് എങ്ങനെയായിരുന്നു? PR-ആയിട്ട് എനിക്ക് യാതൊരു ബന്ധമോ സംസർഗമോ ഇല്ല. അയാളെ പോയി കാണുകയോ അയാളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി അയാളെ സമീപിക്കുകയോ അല്ലെങ്കിൽ അയാളെ വെറുതെ പോയിരിക്കുകയോ അയാളുടെ അടുത്ത് പോയി ചെയ്തിട്ടില്ല. എന്നോട് അയാൾ സംസാരിച്ചിട്ടില്ല, ഞാൻ അയാളോട് സംസാരിച്ചിട്ടില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന അക്രമത്തിൻ്റെ എല്ലാം കാരണക്കാരൻ PR കുറുപ്പാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പുത്തൂരിലെ വടക്കേട്ടിൽ അമ്മദക്കായുടെ നിലവിളിയും വടക്കമ്പാട്ടെ ഗോവിന്ദോട്ടിക്കുറുപ്പിൻ്റെ വീട്ടിൽ നിന്നുള്ള കരച്ചിലും കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. പശുവിനെ കട്ടുകൊണ്ടുപോവുക, പത്തായം പൊളിച്ചു കൊണ്ടുപോവുക, തെങ്ങ് തറിക്കുക, വാഴ തറിക്കുക, കോൺഗ്രസ്സുകാരോട് സംസാരിച്ച ആളെ തല്ലുക, ഇങ്ങനെയൊക്കെയുള്ള ഇത് കണ്ടപ്പോഴാണ് എനിക്ക് പറ്റിയ ഒരു വ്യക്തിയല്ല ഇയാൾ എന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ഞാൻ അയാളുമായിട്ട് ഒരു നിലയിലും സംസർഗപ്പെട്ടിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. എനിക്ക് ഒരു കാര്യത്തിന് വേണ്ടി തലചൊറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയോ ചെയ്തിട്ടില്ല. മാതൃഭൂമിയുടെ ലേഖകനായിട്ട് എന്നെ അവസാനം നിയമിച്ചപ്പോൾ ഞാൻ ആദ്യം എൻ്റെ അപ്പോയിൻറ്റ്മെൻറ്റ് ഓർഡർ കൊടുത്തിരുത്താൽ കണ്ണൂർ മാതൃഭൂമി ഓഫീസിൽ പോയി. അബ്ദുറഹീം എന്ന് പറയുന്ന ആളായിരുന്നു മാതൃഭൂമിയുടെ ജില്ലാ കറസ്പോണ്ടൻറ്റ്, സീനിയറായിട്ടുള്ള ലേഖകൻ. എന്നോട് അയാൾ ചോദിച്ചു, PR-ആയിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് PR-ആയിട്ട് ഞാൻ യാതൊരു സംസർഗവുമില്ല. എന്നാൽ അയാളെ മറുപടി പറഞ്ഞ് എന്നെ PR-ൻ്റെ അടുത്ത് പോകണ്ടെന്നാണ്. ഒരു കാര്യത്തിനും പോകണ്ട, MLA ആയല്ല, ആരുള്ള മന്ത്രി ആയാലും നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞതിനോട് ഞാൻ അതൊരു ആപ്തവാക്യം പോലെ ഞാൻ സ്വീകരിച്ച്. ഞാൻ മാതൃഭൂമി ലേഖന കാലത്ത് MLA-യോട് ചോദിക്കുകയോ അഭിപ്രായം ചോദിക്കുകയോ ഞാൻ ഇതിന് ആവശ്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും PR കുറുപ്പ് മരിച്ചപ്പോൾ എല്ലാവരും പോയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ജീവനോടുള്ളടുത്ത് പോകാത്തവൻ ഇനിയിപ്പം മരിച്ചിട്ട് പോകുന്ന ഷേക്സ്പിയറിൻ്റെ നാടകത്തെ പറഞ്ഞ പോലെ ഇനി സന്തോഷത്തോടു കൂടിയോ സന്താപത്തോടു കൂടിയോ മരിച്ചു പോയതെന്ന് ചോദിക്കുന്ന ഒരവസ്ഥ വരണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോകാതിരുന്നത്. അല്ല മാഷേ, 90 വരെ 5 കൊല്ലം മാതൃഭൂമിയുടെ പാനൂർ ലേഖകനായിരുന്നല്ലോ. അതെ. ആ കാലത്തെ ഒന്ന് ഓർമ്മിച്ചൂടെ? ആ കാലത്തെ ഓർമ്മിക്കാം. എൻ്റെ ആദ്യമായി ഞാനൊരു റിപ്പോർട്ട് കൊടുത്തപ്പോൾ എൻ്റെ പേരിൽ വക്കീൽ നോട്ടീസാണ് വന്നത്. വക്കീൽ നോട്ടീസ് വന്നപ്പോൾ തലശ്ശേരിയിലെ പ്രസിഡന്റ് മൊയ്തു വക്കീൽ എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കത് നോട്ടീസ് അയച്ച ആൾ ആരാന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ പിന്നെ പ്രവർത്തിച്ച സ്രോതസ് എന്താണെന്ന് മനസ്സിലായി. എന്നെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് അങ്ങനെ അയച്ച്. ഞാൻ ഭയപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇതില്ലെങ്കിലും ഞാൻ ജീവിക്കും. എനിക്ക് ഒരു പണി മാത്രമല്ല, 2 പണി അറിയാം. നമ്മളെ കുടുംബപരമായ പണി അറിഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയും. മഠത്തിൽ പോകേണ്ട ആവശ്യം എനിക്കില്ല ഈശ്വരീയമായിട്ട്. കാരണം നീച സംസർഗം അത്ര എനിക്ക് പറ്റില്ല. കാരണം സംസർഗം ചെയ്യുന്ന ആൾ നല്ല വ്യക്തിയാണ് എങ്കിൽ എന്തെങ്കിലും സഹായം ഉണ്ടാകും. നീചത്തോളം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാണെങ്കിൽ നമ്മളെ അതിന് പോയിട്ട് മറ്റവന് 2 അടിയൊടുക്ക്, അല്ലെങ്കിൽ മറ്റവന് ചീത്ത പറ, മറ്റേ ഇങ്ങനെ എന്നൊക്കെ പറയിപ്പിക്കുന്ന ആളുടെ സംസർഗം എനിക്ക് വേണ്ടാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. അക്കാലത്ത് ക്ലബ്ബുകളിലെ ചീട്ടുകളി പൂട്ടിക്കാൻ
മാതൃഭൂമിയിൽ ശ്രീധരൻ മാഷ് കൊടുത്തൊരു വാർത്ത സഹായകമായതായിട്ട് കേട്ടിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു സംഭവിച്ചത്? അത് സംഭവിച്ച എന്താന്ന് പറഞ്ഞാൽ, പാനൂർ പ്രദേശത്ത് 5ഓളം ചീട്ടുകളി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. പുത്തൂർ, പാനൂർ, പാറാട്, കല്ലിക്കണ്ടി, വടക്കേ പൊയിലൂർ, കുന്നോത്തുപറമ്പ് എന്നീ സ്ഥലങ്ങളിൽ പണം വെച്ച് ചീട്ട് കളിക്കുന്ന ഒരു സങ്കേതങ്ങളുണ്ടായിരുന്നു. ക്ലബ്ബുകൾ എന്നാണ് അത് അറിയപ്പെട്ടത്. ചീട്ട് പ്രത്യേകതരം പണം വെച്ച് കളിക്കുന്ന ചീട്ടാണ്. ഓരോരാൾ ജയിച്ചാലും ഇത്ര തുക അടുത്ത പ്യൂണിന്, അടുത്ത പണം ശേഖരിക്കുന്ന ഒരാളുണ്ട് പ്യൂണ്, അയാൾക്ക് കൊടുക്കണം. അയാൾ ഇതെല്ലാം ഏകദേശം ഒരു 5000-6000 ഉറുപ്പ്യ ഡെയിലി വരുമാനം ഉണ്ടാവും. അത് മടത്ത് കൊണ്ട കൊടുക്കണം. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഓൻ്റെ കൂലി എടുത്തിട്ട് ബാക്കി രാഷ്ട്രീയ പാർട്ടി മീറ്റിങ്ങിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ആണ് ആ പൈസ ചിലവാക്കുക എന്ന് ഞാൻ അറിഞ്ഞു. ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് നല്ലതല്ല. കോൺഗ്രസ്സിൽ PR കുറുപ്പ് വന്നിട്ട് ഇതേ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ട് എന്നോട് പല ആളുകളും പറഞ്ഞ്, എൻ്റെ ഭർത്താവ് ചീട്ട് കളിച്ചിട്ട് രാത്രി 12 മണിക്കാണ് വരിക, ഇതിനൊരു പരിഹാരം ഉണ്ടാകണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശ്വര, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ആയുധമുണ്ടല്ലോ, പണം വെച്ച് ചീട്ട് കളിക്കുന്ന കേന്ദ്രങ്ങൾ നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറഞ്ഞ് ഞാനൊരു ലേഖനം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു. പിറ്റേ ദിവസം മുതൽ എല്ലാ ക്ലബ്ബുകളും പൂട്ടിപ്പോയി. അതുകൊണ്ട് നാട്ടിലുള്ള വലിയൊരു വിഭാഗം, പിന്നെ വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അച്ഛൻ നേരത്തെ വീട്ടിലെത്തുമല്ലോ എന്നുള്ളൊരു ശാന്തിയും സമാധാനവും ഉണ്ടായി. അല്ല, PR കോൺഗ്രസ്സിൽ വരുമ്പോൾ പ്രതിഷേധ സൂചകമായിട്ട് ശ്രീധരൻ മാഷ് യൂത്ത് കോൺഗ്രസ് നിന്ന് രാജിവെച്ച് കണ്ണൻ മാഷ കൂടെ ചേർന്നു. ഓ ശരി, കണ്ണൻ മാഷ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളാണ്. അയാൾ പിന്നെ വീരേന്ദ്രകുമാറിനെയെല്ലാം കാണാൻ വേണ്ടി കൽപ്പറ്റയിലൊക്കെ പോകുമ്പോൾ നീ വരുമെന്ന് ചോദിച്ചാൽ എന്നെ കൂട്ടിക്കൊണ്ടുപോകും. അതുപോലെ കൂത്തുപറമ്പിലെ VK അച്യുതനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഇനി വരുമെന്ന് ചോദിച്ചാൽ ഞാൻ പോകും. അത് പാർട്ടിക്കല്ല അതീതമായിട്ട് ഇവരൊക്കെ എനിക്ക് ബഹുമാന്യന്മാരാണ്. അപ്പോൾ അവർ എന്ത് പാർട്ടിയായാലും എനിക്ക് എന്നോട് നീചത്തരം ചെയ്യണമെന്ന് അവർ പറയില്ല. അത് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കണ്ണൻ മാഷോട് പോയത്. അപ്പം PR കുറുപ്പ് എനിക്ക് കോൺഗ്രസ്സിൽ നിന്ന് തിരിച്ച് വീണ്ടും ജനതാദളിൽ വരൂ എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പം ഒരു ദിവസം അരങ്ങിൽ ശ്രീധരൻ കുന്നോത്തുപറമ്പ് സന്ദർശിക്കാൻ വന്നപ്പോൾ അധ്യക്ഷം വഹിക്കാൻ കണ്ണൻ മാഷ എന്നെയാണ് സ്വീകരിച്ചത്. എന്നോട് പറഞ്ഞ് കുന്നോത്തുപറമ്പിൽ അരങ്ങിൽ ശ്രീധരനെ സ്വീകരിക്കുന്ന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുകയും അധ്യക്ഷ പ്രസംഗം നടത്തേണ്ടത് നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും ഞാൻ കണ്ണൻ മാഷയുടെ ഒരു വിധേയനായി ജനതാ പാർട്ടിയിലെ മെമ്പറാവുകയും ചെയ്തു. അതോടുകൂടി മലയാള മനോരമയിൽ പിന്നെ അരങ്ങിൽ ശ്രീധരൻ, K. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു, അരങ്ങിൽ ശ്രീധരൻ പ്രസംഗിച്ചു എന്നുള്ള വാർത്ത വന്നത് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഞാൻ പറഞ്ഞു, പാരമ്പര്യമായിട്ട് ഞാൻ കോൺഗ്രസ്സുകാരാണ്, പക്ഷേ കോൺഗ്രസ് അല്ലാണ്ടായാൽ പിന്നെ നമുക്കതിൽ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കോൺഗ്രസ്സിൽ ഇല്ല, നീ കോൺഗ്രസ്സിലില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് കണ്ണൻ മാഷ സമ്മേളനത്തിൽ ഞാൻ സ്വാഗതം പറയുക ചെയ്തു. അല്ല, ജോത്സ്യനൊക്കെ ആണെങ്കിൽ യുക്തിവാദികളോട് വെറുപ്പൊന്നുമില്ലല്ലോ. ഇല്ല, ജ്യോതിഷം തന്നെ യുക്തിയുടെ ശാസ്ത്രമാണ്. ഈശ്വരീയമായ കാര്യങ്ങൾ യുക്തിവാദത്തിലേക്ക് കൂടി സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ദൈവികവും ആധ്യാത്മികവുമായ കാര്യങ്ങൾ യുക്തി പ്രയോഗത്തിൽ വരുത്താൻ പറ്റില്ല. യുക്തി ഒരു പ്രത്യേക തരത്തിലുള്ള വീക്ഷണമാണ്. അതായത് ഭൗതികാധിഷ്ഠിതമായ ഒരു വീക്ഷണമാണ് യുക്തി. എന്നാൽ ജ്യോതിഷം ആധ്യാത്മികാധിഷ്ഠിതമായ ശാസ്ത്രമാണ്, അത് ഈശ്വരീയമാണ്.